ഹലോ, ഇതൊരു സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്പെഷ്യൽ കേക്ക്. അതിനായിട്ട് ഞാനിവിടെ 3 സ്പൂൺ ഓട്സ്, സ്പൂണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇത് ഏകദേശം ഒരു ഗ്ലാസ് ഓട്സ് ഉണ്ടാവും. ഒരു ഗ്ലാസ് ഓട്സ്, ഒരു റോബസ്റ്റ പഴം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കോഴിമുട്ട 2 എണ്ണം പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കോഴിമുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ പാലും ഈ ചേർത്ത് കൊടുക്കുന്നത് പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ. ഹരിയേട്ടൻ മേടിച്ച് വെച്ചേക്കണെയാണ്, ജിമ്മിൽ പോണത് കൊണ്ട് ഇപ്പം അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹരിയേട്ടൻ തന്നെയാണ് കേട്ടോ മുൻപന്തിയിൽ ഇത് തയ്യാറാക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അത് നന്നായി അടിക്കുക, ഇതെല്ലാം കൂടെ ചേർത്ത്. ഇനി പ്രോട്ടീൻ പൗഡറിന് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കസ്കാർഡ് പൗഡറോ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി അടിച്ച് ഇതുപോലെ ഞാൻ ഈ എയർ ഫ്രയറിൽ വെക്കാൻ മേടിച്ചിരിക്കുന്ന ഒരു മൊഡ്യൂളാണ്, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് എയർ ഫ്രയറിലാണ് ഞാനിന്നത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കേക്ക് ടിന്നിൽ വെച്ച് കുക്കറിൽ നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓവനിലാണെങ്കിലും വെച്ചിട്ട് ബേക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇന്ന് എയർ ഫ്രയറിലാണ് ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ആദ്യം വെച്ച് ഒന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം ഞാൻ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അത്രയും ബേക്കായിട്ടില്ല. പിന്നെ ഒരു 140 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റോടെ ബേക്കിംഗ് ടൈമിന് വെച്ചിരുന്നു. അതിന് ശേഷം എടുത്ത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മധുരമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ആ പഴത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഡ്യൂട്ടി ഫ്രൂട്ടിയുടെയൊക്കെ മധുരം കൊണ്ട് അത്യാവശ്യം മധുരമുണ്ട്. ഹെൽത്ത് നോക്കണവർക്ക് അടിപൊളിയാണ് കേട്ടോ.